വത്തിക്കാന്റെ അന്ത്യശാസനം നിലനിൽക്കുകയാണ്. എറണാകുളം അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും ഇപ്പോഴും ജനാഭിമുഖ കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള മെത്രാന്മാർ മൗന അനുവാദം നൽകിയെന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും വൈദികർ തെരുവിലിറങ്ങുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തപ്പോൾ പാമ്പ്ലാനി അതിന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോയി. ഇത് പാമ്പ്ലാനിക്ക് വത്തിക്കാന്റെയും സിനഡിന്റെയും കണ്ണിൽ അവിശ്വസ്തനായ നേതാവ് എന്നൊരു പ്രതിച്ഛായാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഉത്തരവ് പോലും നടപ്പാക്കാൻ കഴിയാത്ത വിധം സഭയിലെ അച്ചടക്കം തകർന്നു കഴിഞ്ഞു എന്നതിന്റെ ഉത്തരവാദിത്തം പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള മെത്രാന്മാർക്ക് തന്നെയാണ്. ഇതാണ് ഒരു വലിയ വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന് പകരം അതിനെ എതിർക്കുന്നവർക്ക് പരോക്ഷമായി പിന്തുണയും നൽകുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് പാമ്പ്ലാനി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം. ഇത് സഭയെ ഒരു കടുത്ത പിളർപ്പിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ കർശനമായി നിലനിൽക്കെ തന്നെയാണ് അതിരൂപതയിലെ വൈദികരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാഭിമുഖ കുർബാനയെ മുന്നോട്ട് പോകാൻ പാമ്പ്ലാനി അനുവാദം നൽകിയതെങ്കിൽ അത് ആര് പറഞ്ഞിട്ടാണ് എന്നുകൂടി വ്യക്തമാണ്. ഇത് കടുത്ത അനുസരണക്കേടെന്ന ആക്ഷേപം സഭയിലെ സിനഡ് അനുകൂലികൾ ഉന്നയിച്ചിട്ടും പാമ്പ്ലാനിക്ക് ഒരു മാറ്റവുമില്ല.